ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. എല്ലാവരും നോമ്പും നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗായിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിന്. ഒരു 1200 മേലെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിയുന്നതും മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ സമയത്തിൻ്റെ പ്രശ്നം അറിയാമല്ലോ, അതുകൊണ്ട് കുറേ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. IPL കണ്ടുകൊണ്ട് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. lotus365.in നിങ്ങളെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്തുക. ഇതിൽ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ lotus365.in രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 365 രൂപ ഇവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിൽ 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് കൂടാതെ 200-ൽ പരം ഗെയിംസും ഇതിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും അവർ തരുന്നുണ്ട്. പിന്നെ 10 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടേല, സുനിൽ ഷെട്ടി, പിന്നെ നേഹ ശർമ്മ, കാജൽ അഗർവാൾ, ഇവരൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യും. ഇവിടെ നമ്മളങ്ങനെ സാധാരണ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. നാട്ടിലാവുമ്പം ഇതിൻ്റെ സാധനങ്ങൾ തന്നെ ഒരുപാടുണ്ടാവും. ഞാനിങ്ങനെ ഈ സോസസും പിന്നെ പൗഡേഴ്സൊക്കെ എനിക്ക് ആവശ്യമുള്ളത് കാണുമ്പോൾ വാങ്ങി വെക്കലുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം അതൊന്നുമില്ല. അപ്പം ഇനി അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കാനുള്ളതും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് അനിയും റിയാദിൽ നിന്ന് വന്നേനു കേട്ടോ. അപ്പം ഞാനും അനിയും ഉമ്മയും ഇപ്പയും കൂടെയാണ് പോണത്. അനീസ്കക്ക് ചെറിയൊരു വെയ്യായി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അനീസ്ക റൂമിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ കാറിലേക്ക് കയറിയിട്ടുണ്ട്. നോയിനെ ഉറക്കത്തു നിന്ന് എടുത്തതാണ് കേട്ടോ. അതാണ് ഓൻ്റെ ഫേസ് അങ്ങനെ ഉറക്കത്തു നിന്ന് എടുത്തിട്ട് മാറ്റിച്ചു കൊടുത്തതാണ്. പിന്നെ നമ്മൾ പോണത് ഹൈപ്പർ പാണ്ടയിലേക്കാണ് കേട്ടോ. ഞാനിങ്ങനെ ഓൺലൈൻ നോക്കിയ സമയത്ത് അവിടെ എന്തൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ട് അങ്ങോട്ടാണ് പോണത്. നമ്മൾ റിയാദിലായിരുന്ന സമയത്തും അധികം ഇങ്ങനെ പാണ്ടയിലേക്ക് തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണത്. പിന്നെ നമ്മൾ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നെസ്റ്റോൾക്കും പോകും. അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് പറഞ്ഞു വരുമ്പോൾ. പിന്നെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ അയക്കുന്നു കേട്ടോ. നട്ടുച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. പുറത്തൊന്നും നിൽക്കാനേ പറ്റണില്ല, അത്രയും വെയിലേന് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അങ്ങനെ ഞാൻ ഇനി ആവശ്യമായിട്ടുള്ള ഓരോന്നും ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയാലുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പ്രൈസ് ടാഗ് നോക്കും. എന്നിട്ടത് നാട്ടിലത്തെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര രൂപ ഉണ്ട് നോക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ഇത് ചെയ്യലുണ്ടാവുന്നത്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഗൾഫ് കൺട്രീസിലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനും അനിയനും കൂടെ ഇങ്ങനെ പൈസ നോക്കിയിട്ട് അത് നാട്ടിലത്തെ എത്ര രൂപ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടായിന് കേട്ടോ. 2 ടൈപ്പ് ഉണ്ടായിന്. ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല. പക്ഷേ വേറൊരു ബോക്സ് ഉണ്ടായിന് വലിയ സ്ട്രോബെറി. അതിന് 45 റിയാലിറ്റാണ് കേട്ടോ ഒരു ബോക്സിന് കണ്ടത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ല. അത്രയും റേറ്റൊക്കെ സ്ട്രോബെറീസിന് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയണം കേട്ടോ. പിന്നെ ഞാൻ വേറെ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ നമ്മളെ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട്. അതിന് 6 റിയാലിൻ്റെ അടുത്തുണ്ട്. അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ 100 രൂപേൻ്റെ മേലെ കഴിക്കുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുന്നു എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുണ്ടാവുന്ന ഈ ഒരു സാധനത്തിന് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ, അതിന് 6 റിയാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തീന് കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ആവശ്യമാണല്ലോ, അപ്പോൾ അത് എടുത്തിട്ടുണ്ടേനി. അതേപോലെ ഇങ്ങനൊരു വലിയ എന്താ പറയുക വെളുത്തുള്ളി, അതിൻ്റെ ഇങ്ങനെ തണ്ടൊക്കെ കൂടിയിട്ടുള്ളത്. ഇതിനെന്താ പറയുന്നൊന്നും അറിയില്ല. ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളതാണോ എന്നും അറിയില്ല. കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കുന്നുണ്ട്. എൻ്റെ ഒരു ഹോബി ഇതാണ്. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഒന്നിങ്ങനെ എടുത്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ പ്രൈസ് നോക്കും, തിരിച്ചവിടെ തന്നെ വെക്കും. ഞാൻ അധികം പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം വാങ്ങുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറയുമ്പം ഇങ്ങനെ വാരി വലിച്ച് വാങ്ങിയേനു. ഇപ്പോൾ പിന്നെ അതിലൊക്കെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമായി പോവാണ്. നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ കേടുവന്നുപോകുമല്ലോ. അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേട് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥയൊക്കെ വന്നേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ആവശ്യമായിട്ടുള്ളത് മാത്രമേ വാങ്ങിക്കലുള്ളൂ. ഉപ്പയും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും അനിയനും നോയിനും
നോയിനിങ്ങനെ ഉരുട്ടിയിട്ട് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ സ്നിക്കേഴ്സിൻ്റെയും ഗാലക്സിൻ്റെയും ഒക്കെ ഇതേപോലത്തെ ഐസ്ക്രീം കോൺസ് ഉണ്ടായിന്. നമ്മുടെ നാട്ടിലില്ല ആ ഒരു ഐറ്റം. അതേപോലെ ഡയറി മിൽക്കിൻ്റെയും ടോബ്ലറോണിൻ്റെയും ഒക്കെ ഐസ്ക്രീംസ് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഇത് ബാസ്കിൻ റോബിൻസിൻ്റെ അങ്ങനെ ഓരോരോ ബ്രാൻഡ്സിൻ്റെതായിട്ട് ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടറും ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നോ ഇങ്ങനെ കരയാനൊക്കെ ആയിട്ട് തുടങ്ങിട്ടോ. അപ്പോൾ ഞാനിനി ഓനെടുത്തിട്ട് നടക്കുകയാണ്. നോയിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം മാത്രമേ സ്ട്രോളറിലിരിക്കുള്ളൂ. ആൾക്ക് സ്ട്രോളറിനേക്കാളും ഇഷ്ടം നമ്മളിങ്ങനെ എടുത്ത് നടക്കുന്നതാണ് കേട്ടോ. അതേപോലെ എന്ത് ടോയ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പം അതൊക്കെ സ്ട്രോളറിൻ്റെ പുറത്തേക്ക് ഇടുന്ന പരിപാടിയാണ്. പിന്നെ ഇതാ ഞാൻ ബേബീൻ്റെ സെഷനിലൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാട്ടർ വൈപ്സിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിനി. ഇത് യൂസ് ചെയ്ത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയെന്ന്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നോയിനെ യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വൈപ്സ് എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിന് കേട്ടോ. കാരണം ആമസോണിൽ ഓഫർ കാണുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങി വെക്കുവേനി. അങ്ങനെ ഒരു പൊട്ടിക്കാത്ത പാക്കറ്റുകൾ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടേനി. അതേപോലെ ഇവിടെ പാമ്പേഴ്സിൻ്റെ പ്രീമിയത്തിനും അത്യാവശ്യം റേറ്റ് കുറവായിട്ട് തോന്നി നമ്മൾ നാട്ടിൽ ഇത് വെച്ച് നോക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇതാ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡ്സിൻ്റെ പൗച്ചുകളാണിത്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുറേ ബ്രാൻഡ്സിലും ഞാൻ കണ്ട്. മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഗർബറിൻ്റെയും പിന്നെ സെറിലാക്കിൻ്റെയാണ് കേട്ടോ. സെറിലാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവല്ലോ. പിന്നെ ഗർബർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് നോയിന് കൊടുത്തിട്ടുണ്ടായ സ്നാക്ക് ഗർബറിൻ്റെതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്ന സമയത്തും അതിൽ ഷുഗറിൻ്റെ അളവ് നോക്കുക. അതായത് ആഡഡ് ഷുഗർ തീരെ ഇല്ലാത്തത് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. 0 ആഡഡ് ഷുഗർ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലിങ്ങനെ ഷുഗറിൻ്റെ അളവ് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പാക്കറ്റിൽ കണ്ടില്ലേ, ഇതിൽ 13 ഷുഗറിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. അപ്പം 13 കുട്ടിക്ക് കൂടുതലാണ് കേട്ടോ. അത്ര ഉള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. ഒരു 7 താഴേക്ക് അല്ലെങ്കിൽ ഒരു 8 താഴേക്കുള്ളത് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടുന്ന് സെർലാക്കിൻ്റെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ പ്യൂരി പൗച്ച് എടുത്തിനു. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും അതിൽ ഷുഗറിൻ്റെ അളവ് 8 താഴെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൗച്ച് എടുത്തിട്ടുണ്ടേനി. പിന്നെ ഇതിലെല്ലാം ഏജ് കൊടുത്തിട്ടുണ്ടാവും. ഇത് 6 മന്ത്സ് പ്ലസ് ആണ്, അതേപോലെ 8 മന്ത് പ്ലസ്, പിന്നെ 10 മന്ത് പ്ലസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടേനി. പിന്നെ ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. പിന്നെ വീട്ടിലെത്തി നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞത് ആദ്യം ഈ തുടങ്ങിക്കോ, അതിന് ശേഷം ഞാൻ വന്നോളാം എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ട വെച്ചിട്ടൊരു സാധനമാണ് കേട്ടോ. സമൂസ പോലെ തന്നെയാണ്, എന്നാൽ അതിൻ്റെ ഷേപ്പ് ഒന്ന് കുറച്ച് മാറ്റിയിട്ട്. അപ്പോൾ അതിന് ഞാൻ മുട്ടപ്പെട്ടി എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത്. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് അത് കണ്ടതിന് ശേഷം. പിന്നെ അമ്മ ഇവിടെ മീനൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചേന് കേട്ടോ. അത് നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇത് കുഞ്ഞമ്മത്തിയാണ് കേട്ടോ, ചിലയിടത്ത് ചാളാന്നൊക്കെ പറയും. പിന്നെ ഇവിടെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മീനിനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നാട്ടിലാവുമ്പോൾ നമ്മളെല്ലാവരും ചിക്കൻ്റെ ആൾക്കാരേന് കേട്ടോ. ഇപ്പം ഇവിടെ എത്തിയപ്പം മീനിനാണ് കൂടുതലും എല്ലാവർക്കും താല്പര്യമുള്ളത്. അങ്ങനെ ഞാനിനി നമ്മളെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ഞാൻ ഈ സമൂസ പറഞ്ഞില്ലേ, അത് കൂടാതെ വേറൊരു പൊട്ടറ്റോ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി വേണം. പൊടിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. നമ്മൾ എത്ര പൊട്ടറ്റോ എടുക്കുന്നോ അതിന് കണക്കാക്കിയിട്ട് പൊടി എടുക്കുക. പിന്നെ ഇതിലേക്ക് സീസണിങ്ങിനായിട്ട് ഞാനൊരു എക്സാന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നേക്ക് മസാല അയച്ചു തന്നിട്ടുണ്ടായിനി. അവരുടെ ഒരു മാജിക് മസാല എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തിട്ടുള്ളത്. ഒരു കറി പൗഡറിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ്. അതും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, പിന്നെ സോയ് സോസ്, കെച്ചപ്പ് അങ്ങനെ എന്തും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതമ്മ അവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ അരിയൊക്കെ അളന്നെടുത്തതാണ് കേട്ടോ. ഇവിടുത്തേത് കുറച്ചിങ്ങനെ നീളം കൂടിയിട്ടുള്ള അരിയാണ്, നമ്മൾ മന്തിക്കൊക്കെ എടുക്കുമല്ലോ ആ ഒരു ടൈപ്പിലുള്ള അരിയാണ്. പക്ഷേ ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരെണ്ണം മാത്രമേ എടുക്കണുള്ളൂ, കുറേ ഉണ്ടാക്കണ്ട, കുറച്ച് മതി എന്ന് വിചാരിച്ച്. എന്നിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്തെടുക്കൂലേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടി കൂട്ടിയിട്ട്. ഫ്രഞ്ച് ഫ്രൈസിന്
ഇതിൻ്റെ ആ ഒരു സൈസിൽ കട്ട് ചെയ്താലും മതി. ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കണത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. കാരണം പൊട്ടേറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിലൊരു കളർ മാറ്റം വരും, ഒരു ഓറഞ്ച് ബ്രൗൺ ഒക്കെ പോലത്തെ ഒരു കളർ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം കുറച്ചൊക്കെ പൊട്ടേറ്റോൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ പിടിക്കും. ഞാനിത് നല്ലോണം കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇനി ഈ പൊട്ടേറ്റോ കോട്ട് ചെയ്തെടുക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടെ ആ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അധികം കട്ടി വേണ്ട, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല. ആ ഒരു പൊട്ടേറ്റോയിൽ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ ആ തരത്തിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ ഒരു കോട്ട് ചെയ്യാനുള്ള മസാലയും റെഡി ആയിക്കുന്നത്. ഇനി ഞാൻ നമ്മളെ സമൂസയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി കട്ട് ചെയ്യലെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഉള്ളി കട്ട് ചെയ്യൽ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം നമ്മളെ ചോപ്പറുള്ള ആ ഒരു മിക്സിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിങ്ങനെ ചോപ്പറും മിക്സിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കൂടിയിട്ടുള്ളതാണ് എടുത്തുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു സമൂസയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെന്താ പറയുക മല്ലിയിലയും അതൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അമ്മ അവിടെ പത്തിരിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ അധികം പത്തിരിയാണ് കേട്ടോ നോമ്പിനുണ്ടാവൽ. നോമ്പ് എന്ന് പറഞ്ഞാൽ പത്തിരിയാണ് നമ്മളെ മനസ്സിലേക്കൊക്കെ എത്തുക. അല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. പത്തിരിനോടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പം അമ്മ അധിക ദിവസങ്ങളിലും പത്തിരി തന്നെയാണ് ആക്കൽ. പിന്നെ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ബിരിയാണി ദോശ അങ്ങനെയൊക്കെ ആക്കി തരലുണ്ട്. എന്നാലും കൂടുതൽ ദിവസങ്ങളിലും പത്തിരി തന്നെയാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുക. അത് അനീസ്കൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പത്തിരി തന്നെയാണ് അധിക ദിവസം ഉണ്ടാക്കലുള്ളത്. മലബാർ സൈഡിലൊക്കെ അങ്ങനെ തന്നെ ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഞാനിതാ നമ്മളെ സമൂസേൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അതെല്ലാം ആദ്യം ഇട്ട് കൊടുത്തത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഉള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. സമൂസയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം മസാലകളൊന്നും ചേർക്കണില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മുട്ട വെച്ചിട്ടുള്ളതാണ്. മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് എഗ് ബുർജി വെച്ചിട്ടുള്ള പോലെയാണ് കേട്ടോ ആക്കണത്. അപ്പോൾ മുട്ട ചിക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി മസാല ഒരു സൈഡിലേക്ക് ആക്കിയാണ് കേട്ടോ. എന്നിട്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ചിക്കി പൊരിച്ചെടുക്കുകയാണ്. പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് സമൂസൻ്റെ ഓല എടുത്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സമൂസൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പല്ല, എന്നാൽ വേറൊരു ഷേപ്പിലാക്കിയിട്ടാണ് ചെയ്യണത്. അങ്ങനെ അതിനാവശ്യമായിട്ട് ഇങ്ങനെ 2 ഓല ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ ഒരു സൈഡിലിങ്ങനെ കട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ 2 സൈഡിലും മീൻസ് ഒരു ലീഫിൻ്റെ ഒരറ്റത്തായിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ഒരു ടാസ്ക് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ നമ്മൾ കട്ടിടാത്ത സൈഡ് ഉണ്ടല്ലോ അത് രണ്ടും കൂടെ കുറച്ച് മൈദപ്പൊടി ആക്കിയിട്ടുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് കേട്ടോ. പിന്നെ ഇനി ഇത് നമ്മൾ ഇങ്ങനെ മുടഞ്ഞെടുക്കുക. ഒരു സൈഡ് അങ്ങോട്ട് പിന്നെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വീവിങ് ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 6th എന്നോ 7th എന്നോ എത്തേന് ഇങ്ങനെ ഒരു വീവിങ്ങിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടേനി. അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. മടിഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കുക. ഇത് കാണാനുള്ള രസമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് ഇല്ല. സമയം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക. ഞാനിത് ചെയ്യുന്ന സമയത്ത് അനീസ്ക്കൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിനി, വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണല്ലേ ഇങ്ങനെ ചെയ്യണത് എന്ന്. കാരണം ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വല്ല പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാരുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പം ഞാൻ ആകെ 3 എണ്ണം മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 3 എണ്ണം ചെയ്യാൻ തന്നെ എൻ്റെ ഒരുപാട് സമയം പോയി. അപ്പം ഞാൻ വേഗം തന്നെ ബാക്കിയുള്ളതൊക്കെ സമൂസ പോലെ അങ്ങനെ മടക്കിയെടുക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തോളി. പിന്നെ ഞാൻ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്.
പിന്നെ നമ്മളിങ്ങനെ സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സമൂസാസ് ആകുമ്പം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതാ ഇന്ത്യനെ പോലെ കരിഞ്ഞു പോവും. ഞാനൊരു ആവേശത്തിന് നല്ല ചൂടായി നിൽക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് അതിൽ ഒരു സൈഡൊക്കെ നല്ല പോലെ കറുത്ത കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോയിൽ കാണിക്കാത്തതാണ്, കോരി മാറ്റിയിട്ടുണ്ടായിനി. പിന്നെ ഇതാ നമ്മൾ ബാക്കിയുള്ള സമൂസ ഷേപ്പിലുള്ളതൊക്കെ ഞാൻ വേഗം തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളർ മാറി വരുന്ന ഒരു സൈസ് ഓലയിനും കേട്ടോ. ഞാൻ വാങ്ങിക്കുന്നതിലും വേറൊരു ഡിഫറെൻറ്റ് ബ്രാൻഡാണ് ട്രൈ ചെയ്ത് നോക്കിയത്, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയും അതിലേക്കായിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പൊട്ടാറ്റോ ആ ഒരു ബാറ്ററിൽ മുക്കും, എന്നിട്ട് പിന്നെ ഈ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ ചെയ്യൂലേ ആ ഒരു രീതിക്കാണ് ഇതുണ്ടാക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് ചിക്കൻ പോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറം ഭാഗത്ത്. അങ്ങനെ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പം ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുക. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആ സമൂസ മുടയാൻ നിന്നതുകൊണ്ട് തന്നെ എൻ്റെ സമയം ഒരുപാട് പോയിന് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ടേബിളൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ലേനി, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായത്. ഒരു ഓട്ടപ്പാച്ചിലേനു, എന്നാലും അൽഹംദുലില്ലാ നല്ലപോലെ റാഹത്തായിട്ട് തന്നെ നോമ്പ് തുറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള കിച്ചൻ്റെ കോലാണ് കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടെ കൂടിയിട്ട് എല്ലാം നീറ്റാക്കി എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്